ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 814 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് 18 അധ്യായം 1 തിരുവചനമാണ്. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരാറുണ്ട്. ഈ പരീക്ഷണങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ തളർന്നു പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ ക്ഷീണിച്ചു പോകുന്നു, ചിലപ്പോൾ സംശയിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളൊക്കെയും കൈമോശം വരുന്നു. വചനം പറയുന്നത് ഇടവിടാതെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഏതൊരു കാര്യത്തിനും ഉത്തരം ലഭിക്കുമെന്ന് ബോധ്യപ്പെടുത്തുവാനായി യേശുതമ്പുരാൻ ഒരു ഉപമയും ഈ വേദഭാഗത്ത് പറയുന്നുണ്ട്. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ദാനിയേലിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥനയ്ക്ക് യാതൊരു കുറവും വരുത്തുവാനായിട്ട് അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രാജാവിന്റെ കൽപ്പനയ്ക്ക് വിരോധമായി യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും പ്രാർത്ഥനയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ദാനിയേൽ തയ്യാറായിരുന്നില്ല. പ്രിയമുള്ളവരെ, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടുമ്പോഴും അവന് ദൈവം സംരക്ഷണം കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്കും ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രതീക്ഷ വയ്ക്കാം. എത്ര വലിയ പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നമ്മെ സംരക്ഷിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകാതിരിക്കുവാനായി നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനായിട്ട്, അങ്ങയിൽ നിന്ന് നന്മകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ യോഗ്യരാക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.